ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ളൊരു മസാലക്കറിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി ചെറുതാക്കി നുറുക്കി അതിനൊരു കുക്കറിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ടിട്ട് ആ ഉരുളക്കിഴങ്ങ് വേകുന്നത്ര വിസിൽ, നമ്മുടെ അവിടെ 2 വിസിലടിച്ച ഉരുളക്കിഴങ്ങ് ഓക്കെയാണ്. ഓരോരുത്തരവിടെ 2 or 3 വേവിനനുസരിച്ചിട്ട് അത് വിസിലടിക്കാൻ വയ്ക്കുക. അത് വെന്ത് കഴിയുമ്പോൾ അത് ഇറക്കി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് സവാളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലാണ്. അതെല്ലാം നമ്മളിവിടെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം നമ്മളിടുന്നത് സവാളയാണ്. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള നന്നായി വഴറ്റി പച്ച മണം മാറുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാടി വരാൻ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി. എന്നിട്ട് അത് നന്നായി സവാള വഴറ്റിയെടുക്കണം. ഈ സവാളയുടെ അതൊന്ന് മാറി നന്നായി വഴറ്റി വരുന്ന വരെ നമ്മളത് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതെൻ്റെ ചാനൽ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമാണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം. പക്ഷേ നല്ലൊരു മസാലക്കറിയാണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ്. അപ്പോൾ ഈ സവാള നന്നായി വഴറ്റിയെടുക്കുക. സവാളയുടെ പച്ചമണം മാറി നന്നായി വാടി വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് ബാക്കി ആഡ് ചെയ്യുക. ഈ സമയം നമ്മൾ പാക്കറ്റ് ചെമ്മീൻ വാങ്ങിക്കുന്നതുകൊണ്ട് ആ ചെമ്മീൻ നന്നായി കഴുകി അതിൻ്റെ വെള്ളം തുടച്ച് ഒരു പാത്രത്തിൽ പരത്തി വെക്കുക. അതിന് നമ്മൾ സവാള വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ്. അത് ആഡ് ചെയ്തിട്ട് നന്നായി അത് ഇളക്കി കൊടുത്താൽ ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം വിടുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. അത് നന്നായി വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നീളത്തിലരിഞ്ഞ തക്കാളി, നീളത്തിലരിഞ്ഞതാണ് കുറച്ചുകൂടിയും ഈസി തക്കാളി വാടി വരാനായിട്ട്. അപ്പോൾ നീളത്തിലരിഞ്ഞ തക്കാളി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറി തക്കാളി നന്നായി വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ എങ്ങാനും കുറവുണ്ടെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായി തക്കാളി വാടി വരുന്ന സമയത്ത് പച്ചമണം വിട്ട് തക്കാളി വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ഒരു വെള്ളമൊന്നുമില്ലാത്ത ചീഞ്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും തക്കാളി വാടി വന്നതിൽ നമ്മളിനി പൊടികൾ ആഡ് ചെയ്യണം. അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം. അത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അറിയാമല്ലോ, എരിവല്ല കളറാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം. നമ്മളത് 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കണേ. ഇനി മല്ലിപ്പൊടി നമ്മൾ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പച്ചമുളക് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി വീട്ടിലത്തെ എരിവ് കൂടുതലായതുകൊണ്ട് നമ്മളത് ഒരു ടീസ്പൂൺ കഷ്ടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളത് നന്നായി പച്ചമണം പോകുന്ന വരെ ആ പൊടികൾ നന്നായി വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോടൊക്കെ നമ്മൾ അതിലേക്ക് ഇടുകയാണ്. വേറെ അഡീഷണൽ വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചിട്ടില്ല. ആ വേവിച്ച വെള്ളത്തോടൊക്കെ ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചെരിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല അതിലേക്ക് ആവണ പോലെ ഉരുളക്കിഴങ്ങ് അതിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് പോവാത്ത രീതിയിൽ വേവിക്കണം. കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിലേക്ക് എടുക്കണം. നന്നായി ഉടഞ്ഞ് പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം വേവിക്കുമ്പോൾ. ഇനി ഇത് നന്നായി മസാല അതിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം. ആ സമയം കൊണ്ട് നമ്മളവിടെ ചെമ്മീൻ ചൂടാക്കി വെച്ചത് നമ്മളിനി പൊടിക്കുകയാണ്. പൊടിക്കുക എന്ന് പറഞ്ഞാൽ ചെമ്മീൻ അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് അതിൽ നമുക്കിടാം. ഇപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് അയിൽ കുറച്ച് വെള്ളം കുറവാന്ന് തോന്നുന്നുകൊണ്ട് നമ്മൾ കുറച്ച് ചെറു ചൂടുവെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചിരിക്കണേ. എന്നിട്ട് അതിന് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പെരുംജീരകം ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
പിന്നെ ഗരം മസാലയും പെരുംജീരകപ്പൊടി ആഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ മസാലക്കറികൾക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടീസ്പൂണും ഗരം മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ മിക്സിയുടെ ജാറിൽ ഉണക്കച്ചെമ്മീൻ നമ്മൾ ജസ്റ്റ് ഒരു കറക്കം കറക്കി എടുക്കുന്നുള്ളൂ, നന്നായി ഫൈനായിട്ട് പൊടിക്കുന്നില്ല. അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലൊന്നും ചെയ്യാനില്ല, ഇത് അതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടു. ചെമ്മീൻ പൊടിക്കണ്ട എന്നുള്ളവർക്ക് പൊടിക്കാതെ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് എങ്ങാനും കുറവുണ്ടെങ്കിൽ ആവശ്യം നമ്മൾ ഉപ്പിട്ട് പാകത്തിന് ഉപ്പിടണം. ഇത്ര ഈസിയാണ് ഈ കറി. അപ്പോൾ എല്ലാവരും വീട്ടിൽ എപ്പോഴെങ്കിലും ഉണക്കച്ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നതെങ്കിലും നല്ല സൂപ്പറായിരുന്നു മസാല കറി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. താങ്ക് യു.